നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് കുറേ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. കേക്ക്സിക്കിൾസും കേക്ക് പോപ്സും ആണ്. ഇപ്പോൾ കേക്ക്സിക്കിൾസും കേക്ക് പോപ്സും ഒക്കെ ഉണ്ടാക്കുന്നവരും ഇത് കണ്ടുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. നല്ല അടിപൊളി കേക്ക്സിക്കിൾസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സാധാരണ ഞാനിങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ പോയിട്ട് കേക്ക്സിക്കിൾസും കേക്ക് പോപ്സും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ സത്യം പറയാലോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം അത് കാണാനൊരു ഭംഗി എന്നുള്ളത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ആ ടേബിൾ സെറ്റൊക്കെ ചെയ്ത് വെക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണല്ലോ അതിനുവേണ്ടി. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേക്ക്സിക്കിൾസും കേക്ക് പോപ്സും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. കേക്കൊക്കെ കഴിക്കുന്നതിലും കൂടുതൽ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്സിക്കിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക്സിക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. പലർക്കും പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പ്രശ്നം പറയുന്നുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. പിന്നെ നമുക്ക് ഈ കേക്ക്സിക്കിൾസും കേക്ക് പോപ്സും ഒക്കെ സാധാരണ വാനില സ്പോഞ്ച് അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പോഞ്ച് ഒക്കെ വെച്ചിട്ടല്ല ഉണ്ടാക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബനാന കേക്ക് വെച്ചിട്ടുള്ള കേക്ക്സിക്കിളാണ്. പിന്നെ ബനാന കേക്ക് മാത്രമല്ല, ക്യാരറ്റ് കേക്ക്, ഡേറ്റ്സ് കേക്ക്, പിന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്, ഈവൻ പ്ലം കേക്ക് കൊണ്ട് വരെ നമുക്ക് കേക്ക്സിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഏത് കേക്ക് കൊണ്ടായാലും നമ്മൾ കേക്ക്സിക്കിളും കേക്ക് പോപ്സും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മധുരം അധികമായി പോകാൻ പാടില്ല. കാരണം നമ്മൾ അതിലേക്ക് പിന്നെയും മധുരം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത ബനാന കേക്ക്. ഈ ബനാന കേക്ക് വെച്ചാണ് നമ്മൾ കേക്ക്സിക്കിൾസും കേക്ക് പോപ്സും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയല്ലേ. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി പ്ലം കേക്കാണ് എടുക്കുന്നതെങ്കിൽ റിച്ച് പ്ലം കേക്ക് എടുക്കരുത്. അത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചെറുതായിട്ട് മുറിച്ചിടാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് അങ്ങ് പൊടിച്ചെടുക്കാൻ പറ്റും. മുഴുവനായിട്ട് ഒരുമിച്ചിടണ്ട. കാരണം കുറച്ച് പൊടിയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. ഒരു 75 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടാക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഒരു മൈക്രോവേവിലാണെങ്കിൽ 2-3 മിനിറ്റ് വെച്ചാൽ മതി. കണ്ടിന്യൂസ് വെക്കരുത് കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഡബിൾ ബോയിലിങ്ങിലാണെങ്കിൽ കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ക്രീം ഒഴിച്ചതല്ലേ. അതേസമയത്ത് വൈറ്റ് കോമ്പൗണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഡബിൾ ബോയിലിംഗ് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഞാനിത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ആ ചൂട് കൊണ്ടങ്ങ് വൈറ്റ് കോമ്പൗണ്ട് അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കേക്കിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കെല്ലാം കൂടെ നന്നായിട്ട് എല്ലായിടത്തോട്ടും വരുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിത് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഒരുപാട് തണുക്കണമെന്നില്ല, ഇളം ചൂടോടുകൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കേക്കാണ് ചെയ്യുന്നതെങ്കിലാണ് ഗനാഷൊക്കെ ഈ മെഷർമെൻറ്റിൽ എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിൽ ഗനാഷിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം. നമ്മൾ നോക്കി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് എടുക്കാം. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഗനാഷ് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പരുവായിരിക്കണം. നന്നായിട്ട് നനഞ്ഞിരിക്കണം. ചെറിയൊരു നനവൊന്നും പോരാ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നനഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വൈറ്റ് കോമ്പൗണ്ടും വിപ്പിംഗ് ക്രീമിലൊക്കെ മധുരമുണ്ട്. അതുകൊണ്ടാണ് കേക്കിൽ മധുരം കുറച്ച് ഉണ്ടാക്കിയത്. കേക്ക്സിക്കിൾസ് ഉണ്ടാക്കുന്ന മോൾഡാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സിലിക്കോൺ മോൾഡാണ്. കേക്ക്സിക്കിൾസിൻ്റെ മോൾഡിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എടുത്ത് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കേക്ക്സിക്കിൾസിൻ്റെ സ്റ്റിക്കാണ്. ഇത് നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എല്ലായിടത്തും വെച്ചാൽ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും, അല്ലെ ഓൺലൈനായിട്ട് ആമസോണിൽ കിട്ടും. ഈ മോൾഡ് പുതിയതാണെന്നുണ്ടെങ്കിൽ ആദ്യമേ അതൊന്ന് ആ ഹോളൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കേക്കിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ സ്റ്റിക്ക് വെക്കുന്ന സമയത്ത് പകുതി വരെ വെക്കരുത്, 1/4 ഭാഗത്തോളം കയറ്റി വെക്കണം. കാരണം എത്രത്തോളം നമുക്കത് കയറ്റി വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പകുതി വരെയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ വെച്ച് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ, കാരണം അതിൻ്റെ വെയിറ്റും കൂടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഭാഗം വെച്ച് പൊട്ടിപ്പോവും. അതുകൊണ്ട് 1/4 ഭാഗത്തോളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ കേക്ക്സിക്കിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്റ്റിക്ക് ഇളകി പോകുന്ന പ്രശ്നമൊക്കെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെക്യൂർ ചെയ്യാനായിട്ട് ഒരു ടിപ്പ് പറയാം. നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെക്കുമല്ലോ, ഈ സ്റ്റിക്ക് വെച്ചതിന് ശേഷം നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത്, അപ്പോൾ നമ്മൾ ഗണാഷ് അല്ല, വെറും വൈറ്റ് കോമ്പൗണ്ട് മാത്രം മെൽറ്റ് ചെയ്തത് കുറച്ചെടുത്തിട്ട് ആ ഒരു സ്റ്റിക്കിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പേടിക്കുക വേണ്ട, ഇളകി പോകുമോ എന്നുള്ള കാര്യത്തിൽ അവിടെ നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സെറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു നല്ല ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ മിക്സ് ആണെങ്കിലും ആ ഒരു മോൾഡിൻ്റെ ലെവലിൽ തന്നെ വരാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിൽ ഒരുപാട് പൊങ്ങിപ്പോവോ ഒരുപാട് താണു പോവോ ചെയ്യരുത്. നമുക്കിത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. കാരണം ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരണം. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിന് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ച ബട്ടറും ഇതിലെ വൈറ്റ് കോമ്പൗണ്ടും ഒക്കെ ഒന്ന് സെറ്റായി എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നന്നായിട്ട് മുറുകിയിരിക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു കേക്ക്സിക്കിൾസ് മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയധികം സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫ്രീസറിൽ വെച്ചാലും ക്രാക്ക് വരും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സ്റ്റിക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം വീതിയും നീളവും ഉള്ള സ്റ്റിക്ക് വേണം വാങ്ങിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കാട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചതായിരുന്നു. പല കളർ കണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ സ്റ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതിയും കുറവാണ്, നീളവും കുറവാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് പകുതിക്ക് വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. നമുക്കടുത്ത് ബാക്കി കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കേക്ക് പോപ്സ് ഉണ്ടാക്കാം. കേക്ക് പോപ്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒന്നുമില്ല, നമ്മൾ ഉരുളയെടുത്ത് ഉരുട്ടി അങ്ങ് എടുത്തിരുന്നാൽ മതി. പക്ഷേ നമ്മളിപ്പം എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അളന്നെടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ലെവലായിട്ട് 2 ടേബിൾ സ്പൂൺ ഒരു ഉരുള ഉരുട്ടാനായിട്ട് എടുക്കും. ആദ്യം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തങ്ങ് ഉരുട്ടി എടുക്കുക. അധികം അങ്ങോട്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് 2 കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ അങ്ങ് ഉരുട്ടി കൊടുക്കാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യാതെ ഇങ്ങനെ ജസ്റ്റ് 2 കൈയുടെ ഉള്ളിലും വെച്ച് അങ്ങനെ ഉരുണ്ട് കളിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഒരു ഫിനിഷിങ്ങോട് കൂടി കിട്ടും. ഇനി നമുക്ക് കേക്ക് പോപ്സിൻ്റെ സ്റ്റിക്ക് ഉണ്ട്. നമുക്ക് ഇതും ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും. അത് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇത് കുത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്രൂവ് ഉണ്ട്, ഇങ്ങനെ ചെറിയൊരു മാർക്ക് ഉണ്ട്. അപ്പോൾ അത് ഉള്ളിൽ വരത്തക്ക വിധത്തിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതവിടെ പിടിച്ചിരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. എല്ലാ കേക്ക് പോപ്സും റെഡി ആയിട്ടുണ്ട്. 10 എണ്ണം ഉണ്ട് കേട്ടോ. 4 കേക്ക്സിക്കിളും 10 കേക്ക് പോപ്സും. ഇതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക്സിക്കിൾസ് എടുക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് എടുത്തിരുന്നാൽ മതി. ഇപ്പോൾ ഇത് 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. കേക്ക്സിക്കിൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വൈറ്റ് കോമ്പൗണ്ടാണ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടും കേക്ക്സിക്കിൾ ഉണ്ടാക്കാം. ഇപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് ആകുമ്പോൾ നമുക്ക് പല കളറിലൊക്കെ ചെയ്തെടുക്കാമല്ലോ. പിന്നെ വൈറ്റ് കോമ്പൗണ്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പഴയ വൈറ്റ് കോമ്പൗണ്ട് എടുക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. മെൽറ്റ് ആകും, പക്ഷേ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ കേക്ക്സിക്കിൾ ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പഴയതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേ നമുക്ക് കിട്ടുള്ളൂ. അത് കൂടുതൽ ചൂടാക്കിയാലും അത് ലൂസായി കിട്ടില്ല. വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒക്കെ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം അത് മെൽറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അത് നമുക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അത് പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വെച്ചിട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എടുക്കുന്ന പാത്രം, ഇതിലാണ് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് ഇടാൻ പോകുന്നത്. ഈ പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെൽറ്റായിട്ട് കിട്ടില്ല. അത് തിക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് തുടച്ച് ഒട്ടും വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ. അതിന് മുകളിലേക്ക് നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് ഇട്ടിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 275 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ മുകളിൽ വെക്കാന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ മുകളിൽ വെച്ച പാത്രത്തിൻ്റെ അടിഭാഗം വെള്ളത്തിൽ മുട്ടാൻ പാടില്ല. അത് മുകളിൽ തന്നെ ഇരിക്കണം. അധികം വലുപ്പമില്ലാത്ത പാത്രം വേണം അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വൈറ്റ് കോമ്പൗണ്ട് മാത്രമല്ല ഡാർക്ക് കോമ്പൗണ്ടും. പിന്നെ ഇടയ്ക്ക് നമുക്ക് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്ക് എടുത്ത് പുറത്തോട്ട് വെച്ച് പുറത്ത് വെച്ച് ഇളക്കി കൊടുത്താലും നന്നായിട്ട് മെൽറ്റാവും. കാരണം അടുപ്പത്ത് വെച്ച് പിന്നെ ഇളക്കുമ്പോൾ അത് മെൽറ്റാവുമെന്ന് വിചാരിക്കാനും പാടില്ല. അത് പിന്നെ ചിലപ്പോൾ ടൈറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് എടുത്ത് പുറത്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ അടുപ്പത്തോട്ട് ആ പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അത് കണ്ടത് ഇപ്പോൾ ഇതുപോലത്തെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആവണം. അല്ലാതെ
തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം വിശദമായിട്ട് പറയുന്നത്. തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക്സിക്കിൾസിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കെല്ലാം കൂടെ കട്ട കെട്ടിയിരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല അതിൻ്റെ ഭാരം കൊണ്ട് അത് പൊട്ടിപ്പോവുകയും ചെയ്യും. വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൽ കളർ ചേർക്കണം. അതിന് മുമ്പ് കുറച്ച് നമുക്ക് വൈറ്റ് കളർ മാത്രമായിട്ട് അങ്ങ് മാറ്റി കൊടുക്കാം, ആ ഡിസൈനൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു സാധാരണ ഒരു തവി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ കോരി ഒഴിക്കാനൊക്കെ ഒന്ന് എളുപ്പമാണ്. രണ്ടിത് ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. ഇതൊന്ന് ഒരുപാട് തണുക്കാനൊന്നും വെയിറ്റും ചെയ്യേണ്ട. ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് കേക്ക്സിക്കിൾസ് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിരിക്കുക കേട്ടോ. ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് പതുക്കെ വേണം ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. മോൾഡ് ഒന്ന് പതുക്കെ ഒന്ന് വലിച്ച് പ്രസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് പതുക്കെ ആ ഒരു സ്റ്റിക്ക് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. തള്ളി അങ്ങ് നമുക്കിങ്ങ് പുറത്തോട്ടെടുക്കാം. സോ സിമ്പിൾ അല്ലേ? പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. പക്ഷേ ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഷേപ്പിലാണുള്ളത്. നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കാണ് കേട്ടോ. നമ്മൾ പിടിച്ച് നോക്കിയാൽ അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു പരുവമൊന്നും അല്ല. നല്ല തിക്കായിട്ടാണുള്ളത്. ഇപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ജെൽ കളറാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് എന്ന് പറഞ്ഞ കളറാണ് ചേർക്കുന്നത്. അത് അവിടെ ഇവിടെയായിട്ടൊരു 3-4 ഡ്രോപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഡബിൾ ഷെയ്ഡിലുള്ള ഒരു ഡിസൈൻ വരാനായിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് 4 ഡിസൈനിൽ ചെയ്തെടുക്കാം. അതല്ലേ ഒരു രസം. നമുക്കത് കോരിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തിരിച്ച് പിടിച്ച് അപ്പുറത്തെ സൈഡിലും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ കാണാനായിട്ട്. അത് നമുക്ക് പതുക്കെ ഒന്ന് അത് ഒരുപാടങ്ങ് കുലുക്കൊന്നും വേണ്ട. കുറച്ചൊന്ന് ആ മുകളിലുള്ള എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് പോയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഒരു ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. 1-2 ഡ്രോപ്പും കൂടെ കളർ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു റെഡ് കളർ ലൈറ്റായിട്ടുള്ള ഒരു റെഡ് കളറിൽ വരും. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്ത്. കാരണം നമ്മുടെ ചോക്ലേറ്റ് കുറച്ച് തിക്കായി പോകും കുറേ ചൂട് കഴിയുമ്പോഴത്തേക്ക്. കാരണം ചോക്ലേറ്റ് മാത്രമാണല്ലോ, ക്രീം ഒന്നും ചേർത്തിട്ടില്ല. തിക്കായി പോയി എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഡബിൾ ബോയിലിംഗ് വെച്ചിട്ടുള്ള ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കുറച്ച് സിമ്മിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പുറത്തോട്ടെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയാൽ മതി. അത് പിന്നെയും ലൂസ് ആയിക്കോളും. ഇനി അടുത്തത് മുഴുവനായിട്ട് അങ്ങ് കളറങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഈ കളർ തന്നെ നമുക്കൊന്ന് വെച്ചങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. 2 സൈഡിലായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയത്ത് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഉറ്റി അങ്ങ് വന്നോളൂ കേട്ടോ. കുത്തനെ അങ്ങ് പിടിക്കണമെന്നില്ല, കുറച്ചൊന്ന് ചരിച്ചങ്ങ് പിടിച്ചാൽ മതി. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ കളർ ചേർത്ത് തന്നെ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. ഒരു സെൽഫ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ചോക്ലേറ്റ് മാറ്റി വെച്ചല്ലോ അതിലോ. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അവിടെ വരച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ പേൾസോ സിൽവർ പേൾസോ അല്ലെങ്കിൽ കളർഫുൾ പേൾസോ എന്താണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിക്കാവും. കാരണം തണുത്തിരിക്കുന്ന സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമ്മൾ ഈ ചോക്ലേറ്റ് ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ അത് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് വരച്ച ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ സെൽഫ് ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ ചോക്ലേറ്റിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക ഭംഗിയായിട്ടോ കാണാൻ. നമ്മൾ വിചാരിക്കും ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. ഇനി മുഴുവനായിട്ടും അങ്ങ് വൈറ്റ് കൊണ്ട് അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ റെഡ് കളറുള്ളതും കൂടെ ഇട്ട് വരച്ചു. അപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് കുറച്ചുകൂടെ ഒന്ന് കാണാൻ തോന്നിയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഞാൻ വൈറ്റ് കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ ഗോൾഡൻ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊരു വേറൊരു ഭംഗി കാണാനായിട്ട്. ആദ്യത്തെ ആ ഒരു ഡിസൈനിൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതും അങ്ങനെ തന്നെ മതി. അതിനൊരു പ്രത്യേക ഭംഗിയെ കാണാനായിട്ട്. അത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മളിത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ ആ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. കത്തി വെച്ച് കട്ട് ചെയ്തിരുന്നാലും മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം കത്രിക വെച്ച് കട്ട് ചെയ്യാനാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അടുത്തത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ചോക്ലേറ്റിൽ മുക്കിയിട്ട് അപ്പം തന്നെ ഇങ്ങോട്ട് വെക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരന്ന അടിഭാഗം ഒന്ന് ഇച്ചിരി ഒന്ന് പുറത്തോട്ട് തള്ളിയിട്ടുണ്ടാവും. അതും അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഇത് ലാസ്റ്റ് വൺ. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ട്രെയിൽ തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം.
ഇതാ നമ്മുടെ കേക്ക് പോപ്സും നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കേക്ക് പോപ്സ് നമുക്ക് ഒന്നുകിൽ നമ്മൾ ഇതുപോലെ കേക്ക്സിക്കിൾ വെച്ച പോലെ തന്നെ വെക്കാം. പക്ഷെ അപ്പോൾ അതിൻ്റെ ആ ഒരു ഉരുണ്ട ഒരു ഷേപ്പ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെർമോക്കോളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ തെർമോക്കോളിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കമ്പ് വെച്ച് കുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പപ്പടം കുത്തി വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, ഒരു ഹോൾ ഉണ്ടാക്കി വെക്കുകയാണ്. നമുക്ക് അത് ഓരോന്നെടുത്ത് അതിൻ്റെ മുകളിലേക്ക് കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ്. ഞാനത് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ചെറിയ തീയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി പുറത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയപ്പോൾ അത് ലൂസായി വന്നു. എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിക്കായി പോയെന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയാൽ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അടുത്ത് എക്സസ് ആയിട്ടുള്ളത് അങ്ങ് പോയിക്കോളും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് പോപ്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സ്റ്റിക്ക് അതിൽ നിന്ന് ഇങ്ങനെ ചിലപ്പോൾ ലൂസായിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരുപാടിട്ട് കുലുക്കൊന്നും ചെയ്യരുത്. ഇതിൽ വേണമെങ്കിൽ 2 കളറായിട്ടുള്ള ഒരു ഡിസൈൻ ഒഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വൈറ്റ് കളർ ഒഴിച്ചിട്ടുണ്ട്, 2 ഡ്രോപ്പ്. അതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ഡിസൈനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിൽവർ പേൾസും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ എടുത്ത് വെച്ചത് കട്ടിയാവും കേട്ടോ. അതെന്തായാലും കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് ലൂസാക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ചൂടാക്കിയ വെള്ളം അതിപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് കുറേയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും, എന്നാലും ചൂടുണ്ടാവും. ആ ചൂടുവെള്ളം പാത്രത്തോടു കൂടി ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങ് ലൂസാവും. കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് ലൂസാവും. അപ്പോൾ 2 കളറും അതേപോലെ ഞാൻ ലൂസാക്കി എടുത്തതാണ്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാണിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ ചൂടാക്കരുതെന്നൊക്കെ പറഞ്ഞ് പലരും പറയും. അത് പക്ഷേ ഒരുപാട് ചൂടല്ല വെക്കുന്നത്, ഇളം ചൂടോട് കൂടിയാണ് വെക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലും സെൽഫ് ഡിസൈനും ഒക്കെ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ബോൾസും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെൽഫ് ഡിസൈൻ കൊടുക്കുന്നത് തന്നെയാണ്. അതൊരു ക്യൂട്ട് ലുക്കാണ്. ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ. ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായിട്ട് നമുക്ക് എടുക്കാം. നമ്മളെടുത്ത അളവ് കറക്റ്റാണ്. വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ഈ കേക്ക് പോപ്സും കേക്ക്സിക്കിൾസും എടുത്തപ്പോഴത്തേക്ക് തീർന്നു, കാലിയായി നമ്മുടെ. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. 4 ഡിസൈനിലുള്ള കേക്ക്സിക്കിൾസ് ആണ്. 4ലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഇപ്പം കേക്ക് പോപ്സും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ട്, എടുത്ത് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക്സിക്കിളിനെ ഞാനങ്ങ് എടുക്കുകയാണ്. കഴിക്കട്ടെ. പെർഫെക്റ്റ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക്സിക്കിളാണ്. ശരിക്കും ഭയങ്കര ടേസ്റ്റാട്ടോ. അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ പോർഷൻ തന്നെ നല്ല ടേസ്റ്റാണ്. ആ ഒരു ചോക്ലേറ്റും രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയാണ്. മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഒട്ടും കൂടുതലുമില്ല കുറവുമില്ല. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബനാന കേക്ക് നല്ല കോമ്പിനേഷനാണ്. ഡിസൈൻ ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം. ഇതല്ലാതെ പലതരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാം. പിന്നെ ഫോണ്ടന്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. പിന്നെ ഫോണ്ടന്റ് വെച്ച് കവറൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഫോണ്ടന്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഫോണ്ടന്റ് വെച്ച് നമുക്ക് അതിൻ്റെ മേലെ ഫ്ലവേഴ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മോൾഡൊക്കെ കിട്ടില്ല, അതൊക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പിന്നെ ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇരുന്നോളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. പോപ്സും കൂടെ ഒന്ന് കഴിച്ചു നോക്കാവേ. അടിപൊളിയാണ്. അതിപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സെയിം തന്നെയല്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നട്ട്സ് ചെറുതായിട്ട് നുറുക്കിയിട്ട് നട്ട്സൊക്കെ ഉണ്ട് കടിക്കാനായിട്ട് കിട്ടുന്നു. ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്ന് പോവും. ഞാനിപ്പോൾ ഇത് ചെറിയ ഗ്ലാസ്സിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചിക്കൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.